തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീണ്ടും എലിപ്പനി മരണം. മുട്ടക്കാട് സ്വദേശി രാജു ആണ് മരിച്ചത്. തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് അജീഷ്, ഈ എലിപ്പനി ബാധ സാധാരണ മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇത് നേരത്തെ തന്നെ അത്തരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? വിജയകുമാർ, എന്തായാലും സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള പകർച്ച ഭീഷണി നിലനിൽക്കുന്ന സമയത്താണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ എലിപ്പനി ബാധിച്ച് രണ്ടാമതൊരാൾ കൂടി മരിക്കുന്നത്. നെയ്യാറ്റിൻകര മുട്ടക്കാട് സ്വദേശിയായ രാജുവാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. അദ്ദേഹം കടുത്ത പനിയെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. ഇന്ന് വൈകിട്ടാണ് അന്ത്യം സ്ഥിരീകരിച്ചത്. അദ്ദേഹത്തിന്റെ രക്തപരിശോധനയിൽ എലിപ്പനിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പും നെയ്യാറ്റിൻകരയിൽ ഒരു എലിപ്പനി മരണം ഉണ്ടായിരുന്നു. കീഴാരൂർ സ്വദേശിയായ അനിലാണെന്ന് മരിച്ചത്. അദ്ദേഹം കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത്. ഈ രണ്ടാമത് മരണം സ്ഥിരീകരിച്ചതോടുകൂടി ആരോഗ്യ വകുപ്പ് ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നെയ്യാറ്റിൻകരയിൽ 2 ആഴ്ചക്കിടെ 2 എലിപ്പനി മരണം. ആ മേഖലയിൽ വലിയ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് ആരോഗ്യ വകുപ്പ്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകി.